നാട്ടിലൊരു ദുരന്തമോ വലിയൊരു സങ്കടമോ ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റം വൈകാരികമായി തകർന്നു നിൽക്കുന്ന ജനങ്ങളുടെ കണ്ണീരിനെ പോലും സ്വന്തം നേതാവിനെ ദൈവതുല്യനാക്കാൻ ഉപയോഗിക്കുന്ന വിചിത്രമായൊരു PR സംസ്കാരം നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദുരന്തഭൂമിയിൽ മനുഷ്യൻ ജീവന് വേണ്ടി കീഴുമ്പോൾ കയ്യിലുള്ള സർവ്വതും നഷ്ടപ്പെട്ട് തെരുവാതാനാകുമ്പോ അതിനിടയിലേക്ക് ക്യാമറയും സ്ലോ മോഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വെച്ച് ഒരു നേതാവിന്റെ വൈറ്റ് വാഷിംഗ് നാടകം നടത്തുന്ന തരം താഴ്ന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ. എന്തിനധികം പറയുന്നു, ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാവലാളായിരുന്ന VS അച്യുതാനന്ദന്റെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന പ്രമുഖ IAS ഉദ്യോഗസ്ഥന്റെ മകൻ തന്നെ പരസ്യമായി തുറന്നടിക്കേണ്ടി വരികയാണ് മൂക്രാഞ്ചി മോറന്മാർ എന്ന. മലയാള ഭാഷയിൽ ഇതിനു മുമ്പ് ആരും അധികം കേട്ടിട്ടില്ലാത്ത, കേട്ടപ്പോ തന്നെ അമ്പരപ്പുണ്ടാക്കിയ ഒന്നായിരുന്നു ഈ മൂക്രാഞ്ചി മോറൻ എന്ന പദം. എന്നാൽ വൈകാരികമായി ആളിപ്പടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാക്ക് പെട്ടെന്നൊന്നും പൊട്ടിവീണതല്ല. അതാത് കാലഘട്ടത്തിലെ ഭരണകൂട ഭീകരതയ്ക്കും അപഹാസ്യമായ പ്രതിച്ഛായ നിർമ്മാണത്തിനുമെതിരെ ജനങ്ങളുടെയും ചിന്തിക്കുന്ന മനുഷ്യരുടെയും മനസ്സിൽ തിളച്ചു മറിയുന്ന പ്രതിഷേധത്തിന്റെ രൂക്ഷത കൊണ്ടാണ് ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ ജനിക്കുന്നത്. കഴിഞ്ഞൊരു 10 പതിറ്റാണ്ട് കാലമായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ചില സ്ഥിരം വാക്കുകളുണ്ട്. കാരണബോധൻ, കേരളത്തിന്റെ കാവലാൾ, ക്യാപ്റ്റൻ, അയൺമാൻ. കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന തരത്തിൽ അനാവശ്യ സ്ലോ മോഷൻ BGM ഒക്കെ ഇട്ട് വ്യക്തിപൂജ നടത്തുന്ന ഈ അസഹിഷ്ണുതകൾക്ക് മറുപടി ആയിട്ടാണ് ജനസമൂഹങ്ങളിൽ നിന്നും മൂക്രാഞ്ചി മോറൻ പോലെയുള്ള നിഷ്കരുണമായ വാക്കുകൾ ഉയർന്നു വരുന്നത്. മുൻ IAS ഉദ്യോഗസ്ഥൻ സുരേഷ് കുമാറിന്റെ മകൻ അനന്തു സുരേഷ് കുമാറിനെ പോലെയുള്ള സാമൂഹിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കേവലം വികാര പ്രകടനമല്ല. നാടിന്റെ കണ്ണീരിലും ചോരയിലും വീഴുന്ന തുള്ളികളെ പോലും സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൂട്ടാനുള്ള മാർക്കറ്റിംഗ് ആക്കി മാറ്റുന്ന ഒരു ഡിസാസ്റ്റർ മാർക്കറ്റിംഗ് ശൈലിയെക്കുറിച്ചാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. തങ്ങളുടെ അധിപന് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ ഭരണത്തിന്റെ പരാജയം പുറത്തു വരുമ്പോഴോ സൈബർ ന്യായീകരണ തൊഴിലാളികൾ എതിരാളികളെ വ്യക്തിഹത്യ ചെയ്യാനും അധിക്ഷേപിക്കാനും തുനിഞ്ഞിറങ്ങും. എന്നാൽ സ്വന്തം നേതാവിനെ രക്ഷിക്കാൻ ചെയ്യുന്ന ഈ അന്ധമായ ന്യായീകരണങ്ങൾ ഒടുവിൽ ആ നേതാവിനെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ കോമാളിയാക്കി മാറ്റി നിർത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിന്റെ ചരിത്രം എടുത്തൊന്ന് പരിശോധിക്കുക. പ്രളയമോ മഹാമാരിയോ ചുഴലിക്കാറ്റോ എന്താകട്ടെ, പണ്ടൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയവും ജാതിയും മതവും മാറ്റിവെച്ച് ജനങ്ങൾ ഒന്നിച്ച് മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്, അല്ലേ? എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ഒത്തൊരുമയ്ക്ക് മേൽ PR ഏജൻസികളുടെ കറുത്ത നിഴൽ വീണിരിക്കുകയാണ്. ദുരന്ത സമയത്ത് ഒരു ഭരണാധികാരി വന്ന് നൽകാറുള്ള സാധാരണ ആശ്വാസ വാക്കുകൾ പോലും തൊട്ടടുത്ത ദിവസം BGM-ഉം സ്ലോ മോഷൻ വീഡിയോകളൊക്കെ മാറ്റി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും റീൽസ് ആക്കി പ്രചരിപ്പിക്കുകയാണ് സൈബർ സംഘങ്ങൾ. നേതാവ് നടന്നു വരുന്നു, ദീനാനുഗമയോടെ നോക്കുന്നു, കൈകൂപ്പുന്നു. ഇതിനെല്ലാം പിന്നിൽ ഒരു പെയ്ഡ് PR സംഘത്തിന്റെ ആസൂത്രിത തിരക്കഥയുണ്ട്. ഉദാഹരണത്തിന് വയനാട്ടിലെ ദുരന്ത പശ്ചാത്തലം തന്നെ ഒന്നെടുത്തു നോക്കുക. ലോകമെമ്പാടുമുള്ള മലയാളി സഹോദരങ്ങളും തങ്ങളുടെ കുടുക്ക പൊട്ടിച്ച കുഞ്ഞുങ്ങളും തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ എടുത്തു നൽകി ദുരിതാശ്വാസ നിധി ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളെപ്പോലും രാജരാജ പിണറായി തമ്പുരാൻ സ്വന്തം തറവാട്ടിൽ നിന്നും കൊണ്ടുവന്ന് തന്ന ഔദാര്യമാണെന്ന രീതിയിലാണ് സൈബർ ക്യാപ്സ്യൂളുകൾ എല്ലാം പ്രചരിച്ചത്. പക്ഷെ ക്യാമറ കണ്ണുകൾ മടങ്ങി കഴിയുമ്പോൾ, മാധ്യമ ശ്രദ്ധ മറ്റു വാർത്തകളിലേക്ക് തിരിയുമ്പോൾ ആ പാവപ്പെട്ട ദുരിതബാധിതരുടെ ജീവിതം പിന്നീട് എങ്ങനെ പോകുന്നു എന്ന് അന്വേഷിക്കാൻ ഈ PR ഫാക്ടറികൾക്കോ ക്യാപ്സ്യൂൾ നിർമ്മാതാക്കൾക്കോ സമയം ലഭിക്കാറുണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ താൽക്കാലിക ഷെഡുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന പാവങ്ങളുടെ കണ്ണീര് കാണാൻ ഇവർക്ക് കണ്ണില്ല. പകരം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ പാവങ്ങളെ വീണ്ടും കൊണ്ടുവന്ന് വേദിയിലിരുത്തി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോടെ അടുത്ത പരസ്യം പിടിക്കാനാണ് ഇവർക്ക് താല്പര്യം. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മറക്കാൻ കഴിയാത്ത നിരവധി സംഭവ വികാസങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിലേക്കൊന്ന് പോകാം. 2018 മഹാപ്രളയ കാലത്ത് അണക്കെട്ടുകൾ തുറന്നു വിട്ടതിലുണ്ടായ ക്രിമിനൽ മിസ്മാനേജ്മെന്റ് കാരണം നൂറുകണക്കിന് മനുഷ്യ ജീവനുകൾ അപകടത്തിലായപ്പോ ഭയന്ന് വിറച്ച് ഭരണകൂടം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോ സ്വന്തം ജീവനെ പോലും മറന്ന് വെള്ളത്തിലിറങ്ങിയത് നമ്മുടെ സ്വന്തം മത്സ്യത്തൊഴിലാളികളായിരുന്നു. കടലിന്റെ മക്കൾ വഞ്ചിയുമായി വന്ന് കേരളത്തെ മുഴുവൻ കരകയറ്റിയപ്പോ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ യാതൊരു ഉളുപ്പുമില്ലാതെ ഞങ്ങളുടെ ദൈവം തമ്പുരാൻ ഒറ്റയ്ക്ക് പ്രളയത്തെ തടഞ്ഞു നിർത്തി എന്ന രീതിയിൽ PR റോക്കറ്റുകൾ വിട്ട് വെളുപ്പിച്ചെടുത്തത് നമ്മൾ കൺമുന്നിൽ കണ്ടതാണ്. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ കാര്യം ഒരു ഭരണാധികാരിക്ക് ഏറ്റവും കൂടുതൽ പരാജയം സംഭവിച്ചത്
ആഭ്യന്തര വകുപ്പിലാണ്. പോലീസിലെ ചിലർ കാണിക്കുന്ന ക്രിമിനൽ അനാസ്ഥകൾ, കസ്റ്റഡി മരണങ്ങൾ, രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കൊന്ന കേസിലെ പ്രതികൾക്ക് ആയിരക്കണക്കിന് ദിവസങ്ങൾ അനിയന്ത്രിതമായി നൽകുന്ന പരോളുകൾ, പട്ടാപ്പകൽ ആ പ്രതികൾക്ക് മദ്യസേവ നടത്താൻ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങൾ, ഇവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെല്ലാം നാടിന്റെ വികസനമെന്നും രക്ഷാപ്രവർത്തനവും എന്ന് അഞ്ചാംഗണ ന്യായീകരണം നടത്തുന്ന സൈബർ ജീവികളെയാണ് നമ്മൾ കാണുന്നത്. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി നുറുക്കിയ കേസിൽ പ്രതികളായവർക്ക് ജയിലിൽ ലഭിക്കുന്ന രാജകീയ സൗകര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പൂച്ചട്ടി കൊണ്ട് മനുഷ്യന് തല അടിച്ചു പൊളിക്കുന്നത് കണ്ടിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച ഒരു മുഖ്യമന്ത്രിയെ വേറെവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? മനുഷ്യരോട് പോട്ടെ, സാധാരണക്കാരായ മാധ്യമ പ്രവർത്തകരോടോ, എന്തിന് ഒരു മൈക്ക് സെറ്റിനോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിയെയാണ് ഇവർ സ്നേഹനിധിയായ കാവലാൾ എന്ന് വിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വെളുപ്പിച്ചെടുക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ സഖാവ് VS അച്യുതാനന്ദൻ എങ്ങനെയാണ് ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ തെറ്റുകളെ പോലും തുറന്നു പറയാൻ, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പോരാടാൻ, അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധം നയിക്കാൻ VS അച്യുതാനന്ദൻ കാണിച്ച ആ ആർജവവും നട്ടല്ലുമാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കി മാറ്റിയത്. അതിനെ ഒന്നും മറികടക്കാൻ ഇന്നത്തെ ഒരു കൂട്ടർക്കും സാധിക്കില്ല. ജനങ്ങൾ അദ്ദേഹത്തിൽ ഒരു രക്ഷകനെ കണ്ടു. കാരണം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഗർജിച്ചത് PR ഏജൻസികൾക്ക് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് വായിച്ചിട്ടായിരുന്നില്ല, ഉള്ളിൽ തട്ടിയ ജനകീയ വികാരം കൊണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സൈബർ ഇടങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഭരണാധികാരിയെ ചോദ്യം ചെയ്യാനാകാത്ത, വിമർശനാതീതമായ ഒരു രാജാവോ തമ്പുരാനോ ആയി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർക്ക് ഭരണാധികാരിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയ്യോ ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയല്ലേ എന്ന് മോങ്ങുന്ന ഇതേ സൈബർ PR സംഘങ്ങൾ തന്നെയാണ് ദുരന്ത ഭൂമിയിലെ ശവങ്ങൾക്കിടയിലൂടെ നടന്ന് സ്വന്തം നേതാവിന് പ്രൊമോഷൻ വീഡിയോകൾ നിർമ്മിക്കുന്നത്. എന്തൊരു പച്ചയായ വൈരുദ്ധ്യമാണിത്! CPIM എന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വലിയ ചരിത്രമുണ്ടായിരുന്നു. പാവപ്പെട്ട തൊഴിലാളികളെയും കർഷകരുടെയും ചോരയിലും കണ്ണീരിലും പടുത്തുയർത്തിയ പാർട്ടിയാണത്. എന്നാൽ ഇന്ന് ആ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കസേര സംരക്ഷിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ അഴിമതികളെയും അഹങ്കാരത്തെയും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം ആ പാർട്ടി സംവിധാനത്തെ മുഴുവനായി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റും പെയ്ഡ് സൈബർ വിങ്ങുകളും നിർമ്മിച്ചു നൽകുന്ന ഇത്തരം മണ്ടൻ ക്യാപ്സ്യൂളുകൾ വാങ്ങി വിഴുങ്ങി ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വന്ന് ഛർദ്ദിച്ചു വെക്കുന്ന പാവം അണികളോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഈ വിഴുപ്പ് പാണ്ഡം മുഴുവൻ സ്വന്തം തോളിലേറ്റിക്കൊണ്ട് നടക്കാൻ അണികൾ നിർബന്ധിതരാവുകയാണ്. പാർട്ടിയിൽ ആർക്കും നട്ടലോടെ നിന്ന് ഇത് തെറ്റാണ്, ഇങ്ങനെ ഈ PR കളിച്ച് നാടൻ കടല്ലേ എന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ല. ഉള്ളിൽ പ്രതിഷേധമുള്ളവരും ഭയം കാരണം വായടച്ചിരിക്കുന്നു. എന്നാൽ പൊതുസമൂഹം ഇതൊന്നും കാണാതിരിക്കുന്നില്ല. തങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഇത്തരത്തിലുള്ള അറപ്പുളവാക്കുന്ന PR നാടകങ്ങൾ കളിക്കുമ്പോൾ ജനങ്ങൾ മനസ്സിൽ ഇതെല്ലാം കുറിച്ചു വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിവിടെ ഒരു അവസരം കിട്ടണമെന്ന് ജനങ്ങൾ തീർച്ചയായും ഒന്നിരുത്തി ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.